കഴിഞ്ഞ 2-3 ആഴ്ചകളായി ശക്തമായ വേനൽ കൊണ്ട് നമ്മുടെ പ്രദേശമൊക്കെ ആകെ ചുരുണ്ട് ഉണങ്ങി കരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളുടെ ക്യാമറയ്ക്ക് പച്ചപ്പുകൾ ഒപ്പിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എങ്കിലും വളരെ രസകരമായിട്ട് തന്നെയാണ് എല്ലാവരും അവരവരുടെ കൃഷിയിടം വളരെ പച്ചപ്പായിട്ട് തന്നെ എല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 വേനൽ മഴയൊക്കെ കിട്ടിയപ്പോൾ ഏകദേശം നമ്മുടെ പ്രദേശങ്ങളൊക്കെ നല്ല സുന്ദരമായിട്ടുണ്ട്. വീണ്ടും പച്ചപ്പുകൾക്ക് കൂടുതൽ ഭംഗി വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ നല്ലൊരു വിഷുക്കാലം കൂടിയാണ് ഇത്. എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയാണെന്നും എനിക്കറിയാം. എന്തായാലും ഈ വിഷുക്കാലത്ത് നമ്മുടെ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ഒരു പ്രദേശമാണ് ഏലപ്പാറ. നല്ല പച്ചപ്പിൻ്റെ മേഖലയാണ്. ഒപ്പം നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. കാണേണ്ട ഒരു പ്രദേശം കൂടിയാണ്. ആ ഏലപ്പാറയിൽ നിന്നാണ് കർഷകരത്നം 2016 ഇന്ന് ആരംഭിക്കുന്നത്. കൊല്ലംകുടിയിൽ ട്രേഡേഴ്സ് അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി കർഷകരത്നം 2016 ഒരു പുതിയ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളായ വാഗമണ്ണും കോലാഹലമേടും വള്ളക്കടവുമൊക്കെ സ്ഥിതി ചെയ്യുന്ന പീരുമേട് താലൂക്കിലെ 91.85 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഏലപ്പാറ. തേയില കൃഷിക്ക് പേര് കേട്ട ഒരു സ്ഥലമായ ഇവിടം നിറയെ മൊട്ടക്കുന്നുകൾ നിറഞ്ഞ തേയിലക്കാടുകളാൽ സുന്ദരിയാണ്. മതിച്ചൊഴുകുന്ന പെരിയാറിന്റെ കരയിൽ തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകൾ ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുവാൻ വേണ്ടുന്ന തരത്തിലാണ്. മൊട്ടക്കുന്നുകളിൽ ഇടയ്ക്കിടെ കാണുന്ന ചെറു കാട്ടരുവികളും തോടുകളുമൊക്കെ ഇതിന്റെ മനോഹാരിതയ്ക്ക് മാറ്റ് കൂട്ടുകയും ചെയ്യും. തേയില കൃഷിക്കാണ് ഇവിടെ പ്രാധാന്യമെങ്കിലും ഒപ്പം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഏലക്കാടുകളും കുരുമുളക് തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഫാമുകളുമൊക്കെ ധാരാളമായി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഏലപ്പാറ. കാർഷിക വിളകളുടെ വിളവെടുപ്പിന്റെ മഹോത്സവമായ വിഷുക്കാലമായതിനാൽ ഇവിടുത്തെ എല്ലാ തോട്ടങ്ങളും നിറയെ ഫലമണിഞ്ഞ് കൂടുതൽ സൗന്ദര്യത്തോടെ നിലകൊള്ളുന്നതും കാണാമായിരുന്നു. ഇവിടെ ടൂറിസം ഒരു മുഖ്യ വരുമാന മാർഗമാണെങ്കിലും കാർഷിക വൃത്തിയോടും ഇവിടുത്തെ ആളുകൾക്ക് പ്രിയമേറെയാണ്. പതിവ് പോലെ കർഷകരത്നം 2016 ഈ പുതിയ എപ്പിസോഡിലേക്ക് നമുക്കൊരു കിടിലൻ കർഷകനെ പരിചയപ്പെടാം. നമ്മുടെ ഏലപ്പാറ സ്വദേശി ബിജു എന്ന കർഷകനാണ്. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ ഈ കർഷകരത്നം 2016 പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ബീച്ചേട്ടാ, നമുക്ക് ബീച്ചേട്ടന് ഒരുപാട് കൃഷി മേഖലകളുണ്ട്. 10 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം നല്ലൊരു പശു ഫാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പന്നി ഫാമുണ്ട്. അങ്ങനെ ഉള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം നല്ലൊരു മൃഗപരിപാലനവും പിന്നെ കുറച്ച് മീൻ കൃഷിയും ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കർഷകരത്നത്തിൻ്റെ ഈ എപ്പിസോഡിലൂടെ കർഷകരത്നത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പങ്കുവയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ എല്ലാവിധ വിഷു ആശംസകളും. എങ്ങനെയായി വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? വിഷു വരുന്നതല്ലേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ആയിട്ട് വിഷുവട, വിഷു കാഴ്ചയൊക്കെ. പിന്നെ പിള്ളേര് വിഷു കൈനീട്ടത്തിനാണ് നല്ലൊരു ആഘോഷമുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും. നല്ലൊരു അടിപൊളി വിഷു ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും. നമ്മുടെ ഈ വിഷു കഴിഞ്ഞാണ് ഈ പ്രോഗ്രാമെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ വിഷുവൊക്കെ ആഘോഷിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ കാർഷിക മേഖലയെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ പശു ഫാമിൽ നിന്ന് തുടങ്ങാം അല്ലേ? നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഈ കാർഷിക രംഗത്തേക്ക് നമ്മൾ വരാനുള്ള ഒരു സാഹചര്യം ഒന്ന് പറയാൻ പറ്റുമോ? 1990 കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാനും എല്ലാവരെയും പോലെ ഒരു ബിസിനസ്സിലേക്കാണ് തിരിഞ്ഞത്, ടൂറിസ്റ്റ് ടാക്സി രംഗത്തേക്ക്. ഏതാണേലും 94 ആയപ്പോഴത്തേനും 10 ലക്ഷം രൂപ കടബാധ്യതയാണ് എനിക്ക് ആ പ്രസ്ഥാനത്തിൽ നിന്ന് സമ്മാനിച്ചത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നുള്ള ഇതിൽ ജീവിതമാർഗമായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു തൊഴിൽ സമ്പാദിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, വർഷങ്ങളായിട്ട് അവരുടെ കുടുംബ വീട്ടിൽ നടത്തി വന്നിരുന്ന പശു വളർത്തൽ
നമുക്കും ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പശുവിനെ കുരിശുമല ഇവിടെ അടുത്ത് വാഗമണിലുള്ള കുരിശുമല ആശ്രമത്തിൽ നിന്ന് 2 പശുവിനെ വാങ്ങിച്ച് പ്രസ്ഥാനത്തിലേക്ക് തുടങ്ങി. എന്താണേലും എനിക്കത് വളരെ സമാധാനവും സംതൃപ്തിയും നൽകിയ ഒരു മേഖലയായി തോന്നി. 1 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാം വിപുലീകരിക്കാനുള്ള ഒരു ഉത്തേജനം ആ 2 പശുവിൽ നിന്നും എനിക്ക് കിട്ടി. വലിയ കാർഷിക പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ 3ാമത്തെ കണ്ണിയാണ് ബിജു. സർക്കാർ സർവീസിലായിരുന്ന അച്ഛൻ കണ്ണന്റെ ജീവിതം റവന്യൂ ഫയലുകളുടെ ഇടയിലായിരുന്നതിനാൽ ബിജു കൂടുതലായും കണ്ടുവളർന്നത് കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ ഉള്ളറകളാണ്. എങ്കിലും ഒഴിവു നേരങ്ങളിൽ കാർഷിക മേഖലയിൽ ശ്രദ്ധ ചെലുത്തുവാനും ഈ പിതാവ് മറന്നില്ല. സർക്കാർ ക്വാർട്ടേഴ്സുകളുടെ മതിൽക്കെട്ടിനുള്ളിൽ ഉള്ള സ്ഥലത്ത് ഇവർ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ കൃഷി ചെയ്തു. മക്കളെല്ലാം തൊഴിൽ മേഖലകൾ അന്വേഷിച്ചിറങ്ങിയപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് ഏലപ്പാറയിലെ ഒരു ഫാം ഹൗസിൽ ആക്കാനായിരുന്നു ഈ പിതാവിന് പ്രിയം. അങ്ങനെ ഏലപ്പാറയിലെ ഈ വീട്ടിലേക്ക് ഇവർ താമസം മാറുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 10 ഏക്കറോളം വരുന്ന സ്ഥലം വെറും തരിശുഭൂമിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന മകൻ ബിജു ഒരു ട്രാവൽ ഏജൻസിയുടെ ഉടമയും ആയിക്കഴിഞ്ഞു. എന്നാൽ ബിസിനസ്സിൽ തകർച്ചകളാണ് ഈ യുവാവിനെ തേടിയെത്തിയത്. 10 ലക്ഷത്തോളം രൂപ ഈ ബിസിനസ്സിൽ നഷ്ടമായ ബിജുവിന്റെ മുൻപിലേക്കുള്ള വഴികൾ ഇരുളടഞ്ഞു തുടങ്ങി. ഏലപ്പാറ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയായ ഭാര്യ നിഷ ഒരു സ്വാന്തനമായി ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും ഭാവി എന്നത് ഒരു ചോദ്യചിഹ്നമായി ബിജുവിന്റെ മുൻപിൽ തെളിഞ്ഞു നിന്നു. അങ്ങനെയുള്ള സമയത്താണ് അമ്മയുടെ തറവാട്ടിലെ ക്ഷീരഫാം ഈ കർഷകനെ ആകർഷിക്കുന്നത്. എന്തുകൊണ്ട് തനിക്കും ഈ പാത പിന്തുടർന്നുകൂടാ എന്ന് ബിജു ചിന്തിച്ചു. പിന്നീട് ഒട്ടും അമാന്തിച്ചില്ല. വാഗമണ്ണിലെ കുരിശുമല ഫാമിൽ നിന്നും 2 HF പശുക്കളെ ഈ കർഷകൻ സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ട് ബിജു എന്ന കർഷകന്റെ കാർഷിക ജീവിതത്തിന് തുടക്കമായി. ഈ ഫീൽഡ് എനിക്ക് യോജിച്ചതാണെന്ന് തോന്നിയപ്പോൾ അതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഇതിനോടനുബന്ധിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചു. പിന്നെ മമ്മിയുടെ സപ്പോർട്ടോടുകൂടി ഞാൻ പന്നി വളർത്തലിൽ ആ കാലഘട്ടത്തിൽ 96 കാലഘട്ടത്തിൽ ഒരു 6 പന്നിക്കുഞ്ഞിനെയും വാങ്ങിച്ചാണ് പന്നി ഫാമിലേക്ക് പ്രവേശിച്ചത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പട്ടി വളർത്തൽ എനിക്ക് ആകർഷണമായി തോന്നിയ കെന്നൽ ഫാമും ചെയ്തു. അതും നല്ല വിജയമായിരുന്നു. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ കൃഷിയും അനുബന്ധ മേഖലകളും കോഴി വളർത്തൽ, പിന്നെ എനിക്കുള്ള 10 ഏക്കറോളം കൃഷിയിൽ ചുമ്മാ നടന്ന കൃഷിയിടമായിരുന്നു, സ്ഥലമായിരുന്നു. അവിടെ തേയിലയും ഏലവും കാപ്പിയും എല്ലാം വെച്ച് ഇതിൻ്റെ ജൈവവളം ഇഷ്ടംപോലെ ഉള്ളതിനാൽ ഞാൻ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറി ഉപയോഗിച്ച് ഏലവും തേയിലയും കാപ്പിയും എല്ലാം ചെയ്തു. അതെല്ലാം എനിക്ക് എന്നെ എന്ത് തന്നെയായാലും നല്ല ഒരു സാമ്പത്തിക ചുറ്റുപാടിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ കുടുംബത്തെ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും വരുമാനവുമൊക്കെ ബിജു കണ്ടെത്തിയത് കൃഷിയിടങ്ങളിൽ നിന്നാണ്. മൃഗപരിപാലനത്തെ മുഖ്യ വരുമാന മാർഗമായി കണ്ട ബിജു തന്റെ 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഏലവും കുരുമുളകും കാപ്പിയും തേയിലയും കൃഷി ചെയ്തു. ഒപ്പം പിതാവിന്റെ മേൽനോട്ടത്തിൽ നല്ലൊരു പച്ചക്കറിത്തോട്ടം. പൂർണ്ണമായും ജൈവപരമായ ഒരു കൃഷിരീതിയാണ് ഈ കർഷകൻ അനുവർത്തിക്കുന്നത്. ഏലത്തിനും മറ്റു വിളകൾക്കുമൊക്കെ ചാണകവും മണ്ണിര കമ്പോസ്റ്റുമാണ് നൽകുന്നത്. ഒപ്പം ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടവും ഇവയ്ക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഏലച്ചെടികളും തേയിലത്തോട്ടങ്ങളുമൊക്കെ വിളവിന്റെ കാര്യത്തിലും മുൻപന്തിയിലാണ്. ഇവയ്ക്കൊക്കെ ജൈവവളം അത്യാവശ്യമായതുകൊണ്ടാണ് ഒരു ഡയറി ഫാമിന്റെ സാധ്യതയും ഇവിടെ ഏറിയത്. ഇപ്പോൾ ഈ കുടുംബത്തിന്റെ മുഴുവൻ ചിലവുകളും കൃഷിയിടത്തിൽ നിന്നും ഫാമുകളിൽ നിന്നുമൊക്കെയുള്ള വരുമാനങ്ങൾ കൊണ്ടാണ്. ഇവിടെ എല്ലാ കൃഷിവിളകളും നാണ്യവിളകളും ഉണ്ടാകും. ഇവിടെ ക്ലൈമറ്റ് ഇച്ചിരി കാറ്റ് കൂടുതലുള്ള സ്ഥലമാണ്. കൂടുതലായിട്ടും ഇവിടെ തേയിലയ്ക്കാന്ന് തോന്നുന്നു. തേയിലയ്ക്ക് വലിയ കുഴപ്പമില്ലാണ്ട്. തേയില ഇപ്പോൾ ലാഭകരമായ കൃഷിയാണോ? തേയില ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 രൂപയ്ക്ക് മേളിൽ വില കിട്ടിയ കൊളുന്തിന് വില കിട്ടിയാൽ ലാഭമാണ്. നമുക്ക് 1 ഏക്കറോളം സ്ഥലത്തുണ്ട്. ഏലവും ഉണ്ടെന്ന് തോന്നുന്നു. ഏലം എങ്ങനെയുണ്ട്? നല്ല ഏലവും ഇപ്പം നമുക്ക് വളമൊക്കെ നമ്മുടെ ജൈവ, അതായത് സ്ലറിയും ചാണകവും ഒക്കെ ആയ കാരണം
വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അല്ലാണ്ട് നമ്മുടെ വളപ്രയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതിൽ നിന്നുള്ള ജൈവ കൃഷി ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് സംയോജിപ്പിച്ചുള്ള പരിപാടി തന്നെ. അപ്പം കൂടുതലും ജൈവം മാത്രമാണ്. അതെ, രാസവളം ഉപയോഗിക്കാറില്ല. പച്ച ചാണകവെള്ളം സ്ലറി ഉണ്ട്. നമ്മുടെ ഇത് തൊഴുത്ത് കഴുകി വിടുന്ന വെള്ളങ്ങൾ, പിന്നെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പോകുന്ന സ്ലറി, ഇവയാണ് നമ്മൾ കൂടുതലും നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ചാണകം കൊടുക്കും, വെളി കൊടുക്കും. കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജൈവവളം ഇപ്പോൾ നമ്മൾ 2016 കേരളത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ ഒരു ജൈവ കാർഷിക കൃഷി രീതിയിലേക്ക് തിരിയുകയാണ് സർക്കാരിൻ്റെ. അപ്പോൾ ഈ നമ്മൾ ജൈവവളം ഏതാണേലും, എനിക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സലറി ഉണ്ട്, ചാണകമുണ്ട്. ഇത് ഏതാണേലും ഈ ചാണകം വേണം മറ്റ് ജൈവവളങ്ങളുടെ ഏത് ഉൽപ്പാദനത്തിനും ഏറ്റവും. അപ്പം അതൊരു ഉത്തമം ജൈവവളമാണ്. ജൈവവളമാണ്. അതിന് ഏറ്റവും ആവശ്യമുള്ളത് ചാണകം ഒരു പ്രധാന ഘടകമാണ്. വളങ്ങൾക്കായാണ് മൃഗപരിപാലനം ആരംഭിച്ചതെങ്കിലും നല്ല രീതിയിൽ വരുമാനം നേടിത്തരുന്ന ഒരു കൃഷി കൂടിയാണ് ഡയറി ഫാമെന്ന് ബിജു പറയുന്നു. ഒപ്പം മൃഗപരിപാലനം നടത്തുന്ന കർഷകർ പൊതുവെ ശാന്ത സ്വഭാവത്തിനുടമകളാണ്. അവർ പൊതുവെ സാമൂഹ്യ തിന്മകൾക്ക് അടിമപ്പെടാതെ ജീവിക്കുന്നവരാണെന്ന് ഈ കർഷകൻ പറയുന്നു. നമ്മുടെ ഒരു കാർഷിക മേഖലയുടെ തുടക്കവും നമ്മുടെ സാമ്പത്തികത്തിന്റെ തുടക്കവും ഒക്കെ ഈ ഗോമാതാക്കളാണ്. ഇവരിൽ നിന്നാണ് നമ്മുടെ തുടക്കം. ഇവരാണ് നമ്മുടെ ഐശ്വര്യം. നമുക്കിപ്പം ഈ മൃഗപരിപാലനം അത്ര നിസ്സാരമായ പരിപാടിയല്ല, കുറച്ച് ടഫാണ് അല്ലേ? നമ്മളെന്താ അതിലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രത്യേകിച്ച് പശു വളർത്തൽ, ഡയറി ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് കൃഷി രീതികളെക്കാട്ടിലും വളരെ തെളിച്ച് പറയാം, സാമ്പത്തികമായിട്ട് ഒരു ദിവസം 2 നേരം വരുമാനം കിട്ടുന്ന ഒരു വരുമാന മാർഗമാണ് ഡയറി ഫാം. വേറൊരു കൃഷി മേഖലയിലും കിട്ടിയല്ല. അതിനേക്കാളുപരി ഇതിന് മാർക്കറ്റ് ഒരിക്കലും താഴത്തേക്ക് പോകത്തില്ല. എന്തേലും ഉണ്ടെങ്കിലും നമുക്ക് ചിലവാക്കാൻ ഇന്ന് മാർക്കറ്റിലൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റ് കൃഷികൾ, നാണ്യവിളകളാണേലും മറ്റ് കാർഷിക വിളകളാണേലും നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഡയറി ഫാം അല്ലെങ്കിൽ ഒരു പശുപരിപാലനം ചെയ്യുന്ന ഒരു കർഷകൻ നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും. അതായത് സന്മാർഗികനായി ഒരു വേറെ സമയങ്ങളൊന്നും കിട്ടിയാൽ. അപ്പം എല്ലാവരും നമുക്ക് ഒരുപാട് നല്ല ക്ഷീര കർഷകരുണ്ട്. നമ്മൾ ചില എപ്പിസോഡുകളിൽ നല്ല കർഷകരെ പരിചയപ്പെടുകയും ചെയ്തു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ വീണ്ടും മൃഗപരിപാലനത്തിലേക്ക് ഇറങ്ങണമെന്നാണ്. അതെ, ഇന്നത്തെ യുവാക്കൾ തൊഴിലില്ല അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് മാത്രം നോക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറ, അവർക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഇന്ന് നമ്മളെ PSC മുഖാന്തരം കിട്ടുന്ന ഏത് ജോബിനെക്കാട്ടിലും നമ്മളൊരിച്ചിരി ശ്രമിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനെക്കാട്ടിൽ ഒത്തിരി ഏൺ ചെയ്യാൻ പറ്റും. പശു വളർത്തൽ നിസ്സാരമായ ഒരു കാര്യമല്ല, കുറച്ച് ടഫാണ്. അതിന്റെ കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പശു കൃഷി നടത്തേണ്ടതെന്നുള്ളത് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഉള്ള കാര്യം പറയാം. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബുദ്ധിമുട്ടുമ്പോൾ അതിന്റെ വരുമാനം കിട്ടുന്നുണ്ടല്ലോ. ക്ഷീരകൃഷി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വൃത്തി തന്നെയാണ്. അതായത് ഒരു പശുവിനെ വളർത്തുന്ന പാലുൽപാദനത്തിനാണ്. അത് വൃത്തിഹീനമായ പശ്ചാത്തലത്തിൽ നിന്നാൽ അതിനെ അകടുവിക്കുക. ഇന്ന് വളർത്തുന്ന പശുക്കളെല്ലാം ഹൈബ്രിഡ് പശുക്കളാണ്. അതായത് ഹോസ്റ്റൻ ഫ്രീഷ്യസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രോസുകളാണ്. അവയ്ക്ക് പെട്ടെന്ന് അകിടുവീക്കം എന്ന അസുഖം ഉണ്ടാകും. അത് അണുക്കളിൽ നിന്നും അല്ലെങ്കിൽ വൃത്തിഹീനമായ അതിൻ്റെ പരിസരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം. ഒരു ഡയറി ഫാം തുടങ്ങുന്നതിന് മുൻപായി ആവശ്യത്തിനുള്ള ജലസേചന സൗകര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഏറ്റവും അധികം വൃത്തി വേണ്ട ഒരു സംരംഭമാണ് ക്ഷീരകൃഷി. ഗോമാതാക്കളെ ദിവസേന കുളിപ്പിക്കേണ്ടതും തൊഴുത്ത് കഴുകി വൃത്തിയാക്കേണ്ടതുമൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. HF സങ്കരയിനം പശുക്കളെയാണ് ഫാമുകളിൽ വളർത്താൻ അനുയോജ്യമെന്നതിനാൽ ഇവയ്ക്ക് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കേണ്ടതും അത്യാവശ്യവുമാണ്. ഈ ഫാമിലും കൂടുതലായും HFഉം ജേഴ്സിയുമാണ് ഉള്ളത്. നല്ല രീതിയിൽ വൃത്തി അത്യാവശ്യമാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇപ്പം രോഗങ്ങൾ ഇപ്പൊ പറഞ്ഞു, അകിടുവീക്കം, അതുപോലെ മറ്റെന്തൊക്കെ രോഗങ്ങളായിരിക്കും ഉണ്ടാകാൻ സാധ്യത? പിന്നെ നമ്മൾ സർക്കാർ തലത്തിൽ നമുക്ക് വളരെ സപ്പോർട്ടീവാണ് നമ്മുടെ കേരള സർക്കാർ. എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്, അതായത് മെയിനായിട്ട് വരുന്ന രോഗങ്ങൾക്കെല്ലാം വാക്സിനേഷൻ നേരത്തെ തന്നെ അവർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു. ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് പറഞ്ഞു വൃത്തി ഒരു വലിയ ഘടകമാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ജലസേചനം
ജലം അത്യാവശ്യമാണ്, ഒരുപാട് ആവശ്യം വരും കാരണം അല്ലേ? അപ്പം നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ട് അല്ലേ? നമുക്ക് വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നെപ്പറ്റി ഇരിക്കുമ്പോൾ ഓർക്കുന്നത് അതാ, ഈ കുറച്ച് വെള്ളത്തിൽ, അതായത് ഇത്രയും വലിയൊരു ഫാം, ഇത് വലുതല്ലെങ്കിൽ ഇത്രയും പശുക്കളെ വളർത്തുന്ന ഒരു ഫാമിൽ കുറഞ്ഞ വർഷം ഒരു 5000 ലിറ്റർ വെള്ളം വേണം. ഞാൻ ഏതാണ്ട് ഒരു 1000-1500 ലിറ്റർ വെള്ളത്തിലാണ് ഈ പരിപാടികൾ എല്ലാം കൂടെ ഓടിക്കുന്നത്. ഞാനപ്പോൾ ഈ വെള്ളം ഒരു തുള്ളി പോലും ഇവിടെ ഈ കൂട്ടി കഴിയുന്ന ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പാഴാക്കിയല്ല. അതൊരു ടാങ്കിൽ ശേഖരിച്ച് അതാണ് എൻ്റെ പുൽകൃഷിക്കും തേയിലയ്ക്കും കാപ്പിക്കും ഞാൻ മാനേജ് ചെയ്തത്. അതെ. അത് മറ്റേ മോട്ടറിൻ്റെ ഒന്നും ഇത് വേണം. എൻ്റെ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് ചെരുവാണ്. ഞാൻ ഈ തൊഴുത്ത് ഏറ്റവും മേളിലായ അത് പ്രത്യേകിച്ച് മുടക്കില്ലാണ്ട് ഓസിലൂടെ തന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാർഷിക മേഖലയിൽ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ഇടാണ്ട് തന്നെ നല്ല. അതുപോലെ തന്നെ ചാണകമാണ് കൂടുതലായിട്ടും. അതെ. ജലസേചനത്തിനായി ഒരു വലിയ പടുതാക്കുളവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൊതുവെ ജലക്ഷാമം രൂക്ഷമായ ഒരു പ്രദേശമാണ് ഇത്. എങ്കിലും നല്ലൊരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി ബിജു ജലസൗകര്യം കണ്ടെത്തുന്നു. ഈ മഴവെള്ള സംഭരണിയിൽ ചെറിയ രീതിയിൽ ഒരു മീൻ കൃഷി പരിപാലനം ഈ കർഷകൻ നടത്തുന്നുണ്ട്. വളരെ പ്രയത്നം വേണ്ട ഒന്നാണ് ക്ഷീരകൃഷി. 2 തൊഴിലാളികളുടെ സഹായം ഇവിടെ എപ്പോഴും ഉണ്ടെങ്കിലും കൂടുതൽ സമയവും ബിജു ഇവയെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തും. അവധി ദിവസങ്ങളിലും ഒഴിവു നേരങ്ങളിലുമൊക്കെ ഭാര്യയും ബിജുവിനെ സഹായിക്കുന്നതിനായി ഒപ്പം കൂടും. എന്തായാലും നമുക്കിനി കാർഷിക മേഖലയെ പറ്റി, കൃഷിയിടങ്ങൾ, കാർഷിക മേഖല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ പശുകൃഷിയിലും ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും അതിനു മുമ്പ് ചെറിയൊരു ഇടവേള എടുത്തിട്ട് പോകാം. അപ്പോൾ കൊല്ലപുരി ട്രേഡേഴ്സ് അഗ്രികൾച്ചറിൽ നമ്മുടെ കർഷകർ ഏകദേശം 18 പശുക്കളോളം ബിജുവിന്റെ ഈ ഫാമിലുണ്ട്. ഇവയുടെയെല്ലാം കിടാരികളും ഇവയ്ക്കൊപ്പം തന്നെയുണ്ട്. ഈ കൂട്ടിൽ ഉണ്ടാവുന്ന കിടാവുകളെ ഇവിടെ വളർത്തിയെടുക്കുകയാണ് ഈ കർഷകന്റെ പതിവ്. ഇവയെ പുറത്തെ ഫാമുകളിലും ചെറുകിട കർഷകർക്കുമൊക്കെ നൽകാറുണ്ടെന്നും ബിജു പറയുന്നു. നമ്മുടെ ഫാം നടത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ കൂട്ടിലുണ്ടാകുന്ന പശുക്കളെ തന്നെ നമ്മൾ പരിചരിച്ച് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, അതാകുമ്പോൾ കുറച്ച് രോഗങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നത് നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെയാണോ? രോഗങ്ങളെക്കാട്ടിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ അത് രോഗങ്ങളൊരു വലിയ മുഖ്യ ഘടകം തന്നെയാണ്. അതായത് നമ്മുടെ കൂട്ടിൽ തന്നെ നിന്ന് വളർന്ന കാരണം നമ്മളുമായിട്ടുള്ള ഇണക്കം. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന മിക്ക പശുക്കളും വളരെ കളിപ്പീര് പറ്റുന്നുണ്ട്. നമ്മുടെ കൂട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് ഏതാണ്ട് 18-19 പശുക്കളോളം ഉണ്ട്. ഇതിൽ പകുതി എണ്ണവും ഇടക്കറവ പശുക്കളാണ്. ഇടക്കറവ എന്ന് പറഞ്ഞാൽ കറവ പകുതിയായ പശുക്കൾ, ചെനയിലും കൂടി. ഞാനിത് കൊടുക്കാത്തത് നമ്മൾ കൈക്കിണങ്ങിയ പശുക്കളും നമ്മളെ രീതിക്ക് ഇണങ്ങിയ പശുക്കളും ആയ കാരണം നമുക്ക് അറിയാം ഇതിൻ്റെ ഇത്ര ഉൽപ്പാദനമുണ്ട്, അടുത്തതിന് ഇത് കിട്ടും. നമ്മളിപ്പോൾ ഓരോരുത്തർ വാങ്ങിക്കാൻ പോയാൽ നമ്മൾ ചൂഷണത്തിനിരയാവുക. നമ്മളിവിടെ തന്നെ നിർത്താൻ വേണ്ടിയും ഇപ്പോൾ ഇത് 4 കിടാവ്, ഞാൻ 1 വർഷമായ കിടാവുകളാണ്. അടുത്ത ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ നമുക്കിതിനെ ഇത് ചെയ്യിക്കാം. അപ്പം ഞാൻ കൊടുക്കുകയും ചെയ്യും. കൂടുതലുള്ളതിനെ ഒത്തിരി നമുക്ക് പുറത്ത് കൊടുക്കും. നല്ല ഡിമാൻഡുണ്ട് കിടാക്ക്. ഒരു 6 മാസമായ കിടാവിനൊക്കെ ഒരു 10,000 രൂപ. ഇപ്പം നമുക്കൊരു പ്രസവത്തിന് ശേഷം എത്ര ദിവസം മുതലുള്ള പാല് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സൊസൈറ്റിയിൽ 5 ദിവസം കഴിഞ്ഞാൽ കേടായില്ലെങ്കിൽ എടുക്കും. ഞാൻ പിന്നെ വീടുകളിൽ 10 ദിവസം കഴിഞ്ഞാൽ കൊടുക്കും. അതുവരെയുള്ളത് നമ്മൾ കിടാവുകൾക്ക് കൊടുക്കും. കിടാക്കൾക്ക് കൊടുക്കുമ്പോൾ അതിനുശേഷം അവർക്ക് പിന്നെ എത്ര നാൾ വരെ നിങ്ങൾക്ക്? ഞാനത് ഫീഡിങ് ഇത് ചെയ്യുക, പാത്രത്തിലെടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ അത് നമ്മൾ എന്തിനാ കുടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റിയല്ലോ. കൂട്ടിൽ തന്നെ ഉണ്ടാകുന്ന കിടാവുകളെ വളർത്തി പരിചരിച്ചാൽ അവയ്ക്ക് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതകൾ കുറവാണ്. ഒപ്പം പരിചരണം എളുപ്പവുമാണ്. ബിയറിന്റെ വേസ്റ്റാണ് പ്രധാനമായും ഇവയ്ക്ക് നൽകുന്ന ഭക്ഷണം. പെരുമ്പാവൂരിൽ നിന്നാണ് ബിജു ഇവ ശേഖരിക്കുന്നത്. ഗോതമ്പിന്റെയും കപ്പയുടെയും ചോളത്തിന്റെയും ഒക്കെ അവശിഷ്ടങ്ങളാണ് ഇവ. പാൽ ഉൽപാദനത്തിലെ വർധനവിനും പശുവിന്റെ ആരോഗ്യ സംരക്ഷണത്തിനുമെല്ലാം ഇവ ഉത്തമവുമാണ്. മറ്റ് ഫീഡുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വിലയും വളരെ കുറവാണ്. ഫാമുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫീഡ് ബിയർ വേസ്റ്റ് ആണെന്നും ബിജു പറയുന്നു. നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഫുഡ്, ഭക്ഷണ രീതി, ഫീഡ് എങ്ങനെയാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റും? ഫീഡ് ഞാൻ അനുവർത്തിക്കുന്നത്, ഞാൻ പല രീതിയിലുള്ള ഫീഡും കൊടുത്തിട്ടുണ്ട്.
തമിഴ്നാട്ടിൽ പോയി അവിടുത്തെ ഒരു പല ധാന്യങ്ങളുടെയും പൊടി അങ്ങനെയെല്ലാം പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ടും എനിക്ക് വളരെ ലാഭകരമായിട്ടും സ്യൂട്ടബിളായിട്ടും തോന്നിയേക്കുന്നത് ഈ ബിയർ വേസ്റ്റ് എന്ന് പറയുന്ന ബിയർ വേസ്റ്റ്. അതും ഞാൻ KS സുപ്രീം എന്ന് പറഞ്ഞ പെല്ലറ്റുമാണ് കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു ദിവസം ഒരു പശുവിന് 2 കിലോ സുപ്രീമും ബാക്കി ഒരു 10-15 കിലോയോളം ബിയർ വേസ്റ്റും ഇത്രയും ആണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ പുല്ല് വളരെ പച്ചപ്പുല്ല് വളരെ കുറഞ്ഞ അളവിലേ കൊടുക്കുന്നുള്ളൂ. കച്ചിയാണ്. ബിയർ വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉൽപാദനം കൂടും, പാൽ ഉൽപാദനം കൂടുന്നുണ്ട്. അത് ഞാൻ 3-4 ഐറ്റംസ് ആണ്. അതായത് ബിയർ ഉണ്ടാക്കിയിട്ട് കളയുന്ന ഗോതമ്പിൻ്റെ ഇതും, പിന്നെ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിട്ട് കളയുന്ന കപ്പയുടെ വേസ്റ്റ്, പിന്നെ ചോളത്തിൻ്റെ ഇതിൻ്റെ എല്ലാം വേസ്റ്റുകളാണ്. അത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അനുപാതത്തിൽ മിക്സ് ചെയ്ത് ഉപ്പും കൂടെ കലർത്തി മിക്സ് ചെയ്ത് ഞാനത് എയർ ടൈറ്റുള്ള ഇതുപോലത്തെ ജാറുകളിൽ വെച്ചേക്കുക. അത് നമുക്കൊരു 15 ദിവസത്തോളം യൂസ് ചെയ്യാം. 15 ദിവസത്തോളം കേടില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഡെയിലി രാവിലെയും വൈകിട്ടും 2 നേരം ഈ പറഞ്ഞ ഇതിൻ്റെ കൂടെ വെള്ളത്തിൽ കലക്കി കൊടുക്കുക? ഇല്ല, ചുമ്മാ മിക്സ് ചെയ്ത് കൊടുക്കും. കഴിക്കും. നല്ല ഇഷ്ടമാണ്. നല്ല കഴിച്ചു. ഇതിപ്പം കേടായി പോകാനുള്ള സാധ്യത? അത് എയർ ടൈറ്റ് അല്ലെങ്കിൽ കേടാവും. കേടാവും. അപ്പം ഒരു കിലോ ബിയർ വേസ്റ്റിന് എത്ര രൂപ ആവും? നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഏതാണ്ട് 8 രൂപയോളം ആകും. ഞാനിപ്പം പെരുമ്പാവൂരിൽ നിന്ന്. അതാകുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ഞാനൊരു 3500 കിലോളം ഒരു ട്രിപ്പ് കൊണ്ടുവച്ചു. ഇപ്പം നമുക്ക് ഇതിപ്പം ഒരുപാട് നമ്മുടെ ഇവിടെ ഉള്ള ഒരുപാട് കർഷകർ, ക്ഷീര കർഷകർ ബിയർ വേസ്റ്റ് അങ്ങനെ കൊടുക്കുന്ന കുറവായിരിക്കും. അത് കൂടുതലുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങിക്കുമ്പോൾ ഒരു ലോഡ് സാധനത്തിൽ കുറഞ്ഞ നമ്മുടെ ചെറിയ ഒരു രീതിയിൽ ഫാം നടത്തുന്ന ഒരു കർഷകർ നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ബിയർ വേസ്റ്റ് കൊടുക്കാൻ എന്ന് വെച്ചാൽ അവര് അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഷിക മേഖല ഏത് ഫീൽഡാണേലും നമ്മൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടായ്മയോടെ നിൽക്കുമ്പോൾ അതിന് ഗുണം കൂടും, അതിൻ്റെ പ്രയോജനം കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ബിയർ വേസ്റ്റിനൊപ്പം പച്ചപ്പുല്ലും വൈക്കോലും തൊട്ടടുത്ത ക്യാൻറ്റീനിൽ നിന്ന് ലഭിക്കുന്ന കഞ്ഞിവെള്ളവുമൊക്കെ ഇവയ്ക്ക് നൽകുന്നു. പച്ചപ്പുല്ല് അളവനുസരിച്ചാണ് പശുക്കൾക്ക് നൽകുന്നത്. ഇതിനായി ഒരു 3 ഏക്കറോളം സ്ഥലത്ത് ബിജു പുൽകൃഷിയും നടത്തുന്നുണ്ട്. ദിവസേന 300 ലിറ്ററോളം പാൽ ഈ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു. കറവ് മെഷീൻ ഉപയോഗിച്ചും കൈകൾ കൊണ്ടുമൊക്കെയാണ് ഇവിടുത്തെ കറവ രീതി. കറവ സമയത്ത് സംഗീതം ആസ്വദിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒരു പശുവിൽ നിന്നും ശരാശരി ദിവസേന 400 രൂപ വരുമാനമായി ലഭിക്കുമെന്നും ബിജു പറയുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പം നമ്മളിപ്പോൾ ഈ പാല് എത്ര ലിറ്റർ പാല് നമ്മളോട് ഉൽപ്പാദിക്കും? ഞാൻ ആവറേജ് 300 ലിറ്റർ പാല് ഒരു നേരം, അതോ അല്ല ഒരു ഡേ പെർ ഡേ 300 ലിറ്റർ. നമ്മളത് സൊസൈറ്റികളും പുറത്ത് ഞാൻ കുറേ ചില്ലറ കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത വീടുകളിലും കുറച്ച് കടകളിലും ഒക്കെ. അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് 40 രൂപ വില കിട്ടും. സൊസൈറ്റി കൊടുക്കുമ്പോൾ 30 രൂപ വിലയുള്ളെങ്കിൽ പോലും ആ പൈസ ഒരുമിച്ച് കിട്ടുകയും പിന്നെ അവിടെ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സൊസൈറ്റി വഴിയാണ് കിട്ടുന്നത് കൊണ്ട് നമുക്കത് വളരെ ചെറിയ വിലയായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഉള്ള പശുക്കൾക്കെല്ലാം ഒരു നേരം 10 ലിറ്ററിന് മേളിൽ പാല് കിട്ടുന്ന പശുക്കളെ ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലുള്ളൂ. ഇന്നത്തെ ചുറ്റുപാടിൽ എൻ്റെ അനുഭവത്തിൽ ഒരു പശുവിന് ഒരു ദിവസം 200 രൂപ നമുക്ക് ചിലവ് വരും. 200 രൂപ ചിലവ്. ഇന്നിപ്പോൾ ഞാനിവിടെ വളർത്തുന്ന പശുക്കൾ ഒരു നേരം ഒരു 12 ലിറ്റർ, മൊത്തത്തിൽ ഒരു ദിവസം 20 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവാണെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ കൊടുത്താൽ 30 രൂപ പാലിന് വില കിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 600 രൂപ വില ഒരു പശുവിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ 200 രൂപ ചിലവ് പോയിട്ട് 400 രൂപ ഇടുന്നു. 400 രൂപ നമ്മുടെ ലാഭം. നമുക്കിപ്പോൾ ഈ അനുബന്ധ ഉൽപ്പന്നങ്ങൾ, പാലിന്റെ അനുബന്ധ പാല് വെച്ച് അങ്ങനത്തെ ഒരു ഇതിനെപ്പറ്റി അങ്ങനെ ഞാൻ ഈ ഡയറി ഫാം കൊണ്ട് ഒത്തിരി മൂലാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പം എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വൈഫ് ജോലിക്കാരിയാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയുള്ള സമയത്ത് ഞങ്ങളിങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം ഗ്യാസ്, ഇന്ധനം, നമുക്കിപ്പം മുട്ടായി അങ്ങനെ ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും.
പാലിൽ നിന്നുണ്ടാക്കാം. അതിനുള്ള ഇന്ധനവും നമുക്കിവിടെ ഫ്രീ ആയിട്ടുണ്ട്. നല്ലൊരു സമയവും സാഹചര്യവും ഉള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കാണെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉള്ള കാരണം അതിനുള്ള സാഹചര്യമില്ല. അല്ലെങ്കിൽ ഒത്തിരി മൂലാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ തീർച്ചയായും ഇനി ഭാവിയിലേക്ക് അങ്ങനെയുള്ള പദ്ധതികൾ ഉണ്ടായി അങ്ങനെ ഉപ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ വിദൂര ഭാവിയിൽ പാലിൽ നിന്നും അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്ന ഒരു സ്വപ്നവും ഈ കർഷകനുണ്ട്. വിവിധ ഇനങ്ങളിലും വലിപ്പത്തിലുമൊക്കെയായി 10-100ഓളം പന്നികളും ഈ ഫാമിലുണ്ട്. ഇവയ്ക്കൊപ്പം നാടൻ കോഴികളെ ഈ കർഷകൻ പരിപാലിക്കുന്നുണ്ട്. പിന്നീടുള്ള ഈ ഫാം ഹൗസിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രങ്ങൾ ശ്വാന വർഗമാണ്. അതുപോലെ തന്നെ നമുക്കൊരു പട്ടി ഫാം. അതെ. അപ്പൊ അവിടെ എന്തൊക്കെ ഇനങ്ങളാണ്? അത് റോഡ് വീലറുണ്ട്, ലാബ്, പിന്നെ ജർമ്മൻ ഷെപ്പേർഡ്. ഇപ്പോൾ ഇത് മൂന്നും ഇപ്പോൾ നിലവിലുള്ളൂ. എനിക്ക് മറ്റേ പോമറേനിയനെ അത് ഇതിനെക്കാട്ടിലും എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ലാഭമുള്ളൊരു പരിപാടി. ഇത്രയും ചിലവും ഇത്രയും നോട്ടത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്ന കേസല്ല. പിന്നെയെന്ന് വെച്ചാൽ അതൊരു സ്ഥിര വരുമാനമായിട്ട് പറയാൻ പറ്റും. അത് കാരണമാണ് ഞാൻ ഡയറിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴാണ് അത് ഇത്തിരി. അല്ലെങ്കിൽ എനിക്ക് ഒരു വർഷം ഒരു 2 ലക്ഷം രൂപയുടെ കുഞ്ഞിനെ വരെ ഞാൻ വിറ്റ വർഷങ്ങളുണ്ട്. ഇച്ചിരി ശ്രദ്ധ കുറവാണ്. ലാബ്ഡോർ, ജർമ്മൻ ഷെപ്പേർഡ്, റോഡ് വീലർ എന്നീ ഇനങ്ങൾ ഈ കർഷകന്റെ ശേഖരത്തിലുണ്ട്. കുറച്ചു നാളുകൾ മുൻപ് വരെ വളരെ വിപുലമായ രീതിയിൽ ഒരു ശ്വാന പരിപാലന കേന്ദ്രം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പകുതിയിലേറെ വിറ്റുപോയതിനാൽ ഞങ്ങൾക്ക് ഈ 4 ഇനങ്ങളെ മാത്രമേ കാണുവാനും കഴിയൂ. അതിലൊരു കുസൃതിക്കാരിയായ സുന്ദരി ഓടിക്കളിക്കുന്നത് കാണാമായിരുന്നു. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ കാർഷിക മേഖലയെ പറ്റി, കൃഷി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, കൃഷിയിലെ കുറേ കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചേട്ടൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ പര്യവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ കാർഷിക മേഖലയെ പറ്റി എന്തെങ്കിലും ചെറിയ ചേട്ടൻ്റെതായ എന്തെങ്കിലും കണ്ടെത്തലുകളോ അങ്ങനെ എന്തെങ്കിലും അറിവുകളോ അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് യുവാക്കളോടാണ് പറയാനുള്ളത്. നമ്മൾ എല്ലാവരും ഒരു അത്യാവശ്യം വിദ്യാഭ്യാസം കഴിഞ്ഞ് വൈറ്റ് കോളർ ജോബ് മാത്രമേ പറ്റുള്ളൂ, മറ്റു മേലെ ഒന്നും തേടിയാലെന്നും പറഞ്ഞിരിക്കുന്ന ഉണ്ടെങ്കിൽ എന്നല്ല ഉണ്ട്, എനിക്ക് നമുക്കറിയാം. അവരോട് ഇതുപോലെ അവരുടെ പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ വെച്ച് ചെയ്യാവുന്ന പല കാർഷിക മേഖലകളുമുണ്ട്. അത് നിങ്ങൾക്ക് അതിലേക്ക് ഇൻട്രസ്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജോലിയിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് കാർഷിക മേഖല. അതിന് വളരെ സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ്. ജൈവകൃഷിയും ഇല്ലാതെയും ഇല്ല. അങ്ങനെ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് അതിനെപ്പറ്റി ഇച്ചിരി താഴ്ന്നിറങ്ങി അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ. അല്ലാണ്ട് നമ്മൾ PSC ജോലി കിട്ടിയാൽ മാത്രമേ അങ്ങനെ ചെയ്യാവുന്ന പണികളുമുണ്ട്. ഈ പറഞ്ഞ ഇതെല്ലാം വളരെ ലാർജ് സ്കെയിലിൽ അല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജോലിയോടൊപ്പം കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, കൃഷിയിടങ്ങൾ, അതുപോലെ പച്ചക്കറി. ഒരു 5 സെന്റ് എങ്കിലും സ്ഥലമില്ലാത്തവരില്ല വീട്. അവർക്ക് അവരുടെ വീട്ടിലേക്ക് ഉൽപ്പാദിപ്പിച്ചാൽ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മാരകമായ വിഷം ചേർന്നതൊന്നും ഉപയോഗിക്കേണ്ടി വരികയില്ല. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രോത്സാഹനങ്ങൾ, വിത്ത് സീഡ്സ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്.
അതിലൊക്കെ പെടണമെന്നാണ് യുവതലമുറയെങ്കിലും വരണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം. അതാണ് ചേട്ടൻ്റെ പ്രേക്ഷകരോട് അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കർഷകർ ഉണ്ടാവട്ടെ. അതെ, ചേട്ടൻ്റെ ഈ പ്രവർത്തന മേഖല കണ്ടിട്ട് അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകട്ടെ, ഈ മേഖലയിൽ കൂടുതലായി എത്തിച്ചേരാൻ കഴിയട്ടെ. തീർച്ചയായും. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇനി പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കർഷകനുമായി നമുക്ക് വീണ്ടും